Hi, good morning. This is our brand new Venue HX10 diesel automatic. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ക്വാഡ് ബി LED വരുന്നുണ്ട്, അതേപോലെ DRL വരുന്നുണ്ട്, കണക്റ്റഡ് DRL വരുന്നുണ്ട്. ഇത് ഫുള്ളും ലൈറ്റാണ് വരുന്നത്, LED ആണ്. പിന്നെ 360 വരുന്നത് കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ വരുന്നുണ്ട്. അതേപോലെ മിററിൽ നമുക്ക് ക്യാമറ വരും. മിററിൽ 2 സൈഡിൽ നമുക്ക് മിററിൽ ക്യാമറ വരും. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 16 ഇഞ്ചിൻ്റെ അലോയ് വീല് ഡിസ്ക് ബ്രേക്ക് ആയിട്ടുള്ള ടയറാണ് വരുന്നത്. ടയർ പ്ലസ് അലോയ് വീല്. പിന്നെ നല്ല സ്കേർട്ടിങ് അടിപൊളിയാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ക്രോം ഫിനിഷിങ് ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ റേഞ്ച് റോവറിൻ്റെ ഒക്കെ ഒരു ഇവോക്കിൻ്റെ ഒക്കെ ഒരു ബാക്ക് ആ ഒരു എന്താ പറയുക പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിൽ നല്ല കണക്റ്റഡ് LED ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് വരുന്നത് നമുക്ക്. പിന്നെ അതേപോലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതിൽ നമുക്ക് 1 അതേപോലെ 2 നമുക്ക് 2 LED ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നൈറ്റിൽ ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മളെ ക്യാമറയിൽ വിഷയം കാണാൻ പറ്റും. ബാക്ക് ക്യാമറ ഇതാ സപ്പോർട്ടിങ് ലൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ബാഡ്ജിങ് വരുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലാണ്, ലെനിയം എന്ന് പറയുന്ന ബാഡ്ജിങ് വരുന്നത്. പിന്നെ സൈഡിലൊരു എന്താ പറയുക പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് മൊത്തത്തിൽ ഓവർ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കീലെസ് എൻട്രി ആണ് വരുന്നത്. ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ, അതേപോലെ ഓട്ടോ മിറർ ഫോൾഡ് ബട്ടൺ അതിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്, പവർ വിൻഡോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. കീലെസ് എൻട്രി നമുക്ക് ഈട്ട് തിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, പകരം പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പിന്നെ അതേപോലെ 12.3 നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ ക്ലസ്റ്ററും ഇപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പ്ലസ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതേപോലെ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ക്ലാരിറ്റിയാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. സ്റ്റീറിംഗ് നോക്കുമ്പോൾ ഡീകട്ട് സ്റ്റീറിംഗ് വീലാണ് വരുന്നത് വിത്ത് ലെതർ റാപ്പ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും നമുക്കിതിൽ വരുന്നുണ്ട്. മോഡ് സെലക്ട് ചെയ്യാനുള്ളതും കോൾ അറ്റൻഡ് ചെയ്യുന്നതും, ക്രൂസ് കൺട്രോള്, പിന്നെ ട്രാക്ക് പ്രഷറിങ്, അതേപോലെ മറ്റെന്തെങ്കിലും സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ടുള്ള ഓപ്ഷനുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ അഡാസ് വരുന്നത് കൊണ്ട് നമുക്ക് ലൈൻ അസിസ്റ്റ്, അതേപോലെ ഫ്രണ്ട് അതായത് നമ്മളെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇടിക്കാതിരിക്കാനായിട്ടുള്ള പൊല്യൂഷൻ വാണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബട്ടൺസ് ആണ് വരുന്നത്. നമുക്ക് ഓഫാക്കി ഇടാനും ഇതിൽ ഓപ്ഷൻ വരുന്നത്. മെറിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വണ്ടി കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എമർജൻസി കോൾ വിളിക്കാനുള്ള ഒരു ബട്ടണും പ്ലസ് ടോയ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഡയറക്റ്റ് OnePlus നമുക്ക് ഡയറക്റ്റ് കോള് ഹുണ്ടായിയുടെ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എമർജൻസി കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വൺ ടച്ചിൽ തന്നെ നമുക്ക് അവരെ ബന്ധപ്പെടാൻ സാധിക്കും. ഇത് അതേപോലെ തന്നെ വൺ ടച്ചിൽ നമുക്ക് എമർജൻസി നമ്പർ സേവ് ചെയ്തിട്ടുള്ള നമ്പറേക്ക് കോൾ കണക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ അതേപോലെ ഇത് ബ്ലൂ ലിങ്കിന്റെ ഒരു ബട്ടണാണ്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടികളിലെ പല ഫീച്ചേഴ്സും നമുക്ക് വോയിസ് ഓൺ ചെയ്തിട്ട് വോയിസ് ഓവറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ ഈ ഒരു ഇതിലേക്ക് വന്ന കോക്പിറ്റ് വളരെ എന്താ പറയാ നല്ല മിനിമലൈസ് ആണ്, ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഇതിലുണ്ട്. ഓട്ടോമാറ്റിക് AC കൺട്രോളാണ് വരുന്നത്. അതേപോലെ വയർലെസ് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് C ടൈപ്പ് ചാർജിന്റെ 1-2 പോയിന്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഗിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, ഇതാണ് അതിന്റെ ഗിയർ ലെവർ വരുന്നത്. നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സീറ്റ് വെന്റിലേഷൻ നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഓപ്ഷനാണ്. സീറ്റ് വെന്റിലേഷൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്, അതിന്റെ ബട്ടനാണ്. പിന്നെ ഇത് ജസ്റ്റ് ബാക്ക് ക്യാമറ, അതേപോലെ ക്യാമറ നമുക്ക് 360 ക്യാമറയും ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മൾ ബ്ലോക്കിലോ കാര്യങ്ങളോ നിൽക്കുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നടക്കുന്ന വ്യൂ നമുക്ക് ഇതിൽ കാണാൻ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും തട്ട് അല്ലെങ്കിൽ അത്രയും കൺജസ്റ്റഡ് ഉള്ള പ്ലേസിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വൺ ടച്ചിൽ എന്താ അറിയാൻ സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ പാർക്കിങ്ങിന്റെ മാനുവൽ, ഓട്ടോമാറ്റിക്, ഇലക്ട്രിക് പാർക്കിംഗ് സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻലി ഡ്രൈവ്, അതായത് ട്രാക്ഷൻ കൺട്രോൾ പ്ലസ് ഡ്രൈവ് മോഡ്. ഈ ഡ്രൈവ് മോഡിൽ നമുക്ക് 3 ഓപ്ഷനാണ് വരുന്നത്: എക്കോ, നോർമൽ, സ്പോർട്ട്. ട്രാക്ഷനിൽ അതേപോലെ സാൻഡ്, മഡ്, സ്നോ, അങ്ങനെ 3 ഓപ്ഷൻസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചെറിയൊരു കോഫി ടേബിൾ പോലെ വരുന്നത്, കോഫി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ഒക്കെ നമുക്ക് വെക്കാനായിട്ട് വരും. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് കൂളിംഗ് ഗ്ലോ ബോക്സ് ആണ് നമുക്ക് വരുന്നത്.
വെന്യൂവിന്റെ ഒരു നല്ല ഒരു എന്താ പറയാ ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട് വെന്യൂ എന്ന് പറയുന്നത്. ഡ്യുവൽ ടോണിലാണ് നമുക്ക് ഇതിന്റെ കളർ വരുന്നത്. AC വെന്റിലേഷൻ സീറ്റാണ് വരുന്നത്. ലെതർ ആണ്, പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, പ്ലസ് ഒരു ചെറിയൊരു സ്റ്റോറേജും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെയിൻലി നമുക്ക് സൺറൂഫ്, അത് വോയിസ് എനേബിൾ സൺറൂഫ് ആണ്. നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൂഫ് ഓപ്പൺ ആവും. അതേപോലെ തന്നെ ക്ലോസ് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ ചെറിയ ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓൾ ഓവർ ഇതിന്റെ ഇന്റീരിയർ. പ്ലസ് ഇത് കൂടാതെ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ആണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് അതിന്റെ ഫ്രണ്ടിക്കും ബാക്കിക്കും, പ്ലസ് ഈ ബാക്ക് നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇത് നമുക്ക് വരുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഹൈറ്റ് കുറവുള്ളവർക്കും ഈ വണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ സാധിക്കും. കാരണം വിഷയം ക്ലിയർ ആവാൻ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ അട്രാക്ഷൻ ഫുൾ ഫിലിം ഒട്ടിക്കാതെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാം. അതേപോലെ പുറത്ത് വ്യൂ എന്തെങ്കിലും നമുക്ക് പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, ഒരു കർട്ടൻ ഉള്ളത് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയാ ഇത് സേഫാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബോസിന്റെ സിസ്റ്റം ആണ് വരുന്നത്. അത് വളരെ ക്വാളിറ്റി സൗണ്ട് ആണ്. എസ്പെഷ്യലി വെന്യൂവിനായിട്ട് നമുക്ക് ഹുണ്ടായി ബ്രാൻഡ് അവരുടെ എന്താ പറയുക പ്ലാന്റിൽ വന്നിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. വളരെയധികം കംഫർട്ട്, അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വെന്റിലേഷൻ വരുന്നുണ്ട്. അതേപോലെ സി ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലെ സീറ്റിൽ നമുക്ക് ഒരു ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇല്ലെങ്കിൽ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാൾക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. ഏകദേശം ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ ഹൈറ്റ് 6.3 ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിലിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിൻ്റെ ഷേപ്പ് തന്നെയാണ് ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു കൂപ്പെ സ്റ്റൈലിലാണ് നമ്മുടെ പുതിയ വെന്യൂവിൻ്റെ സീറ്റ് വന്നേക്കുന്നത്. വളരെ വൃത്തിക്ക് അത് ഫിനിഷിങ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് ഉള്ളവർക്ക് സിമ്പിളായിട്ട് ഇരിക്കാം. ഇനി ഇപ്പത്തും ഇരുന്ന് കാണിച്ചു തരാം. അതെ, എൻ്റെ കാല് മുട്ടൊന്നുമില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മെയിൻ അട്രാക്ഷൻ പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല സ്പേസസ് ആണ് വരുന്നത്, നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമുക്ക് ഷാർപ്പിന് അന്ന വരുന്നുണ്ട്. അതേപോലെ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ബേബി സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പൊ ഇതിൽ ഇവിടെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. നമുക്കതിൽ ഷൂട്ടായിട്ട് വെക്കാം. ലെഫ്റ്റിലും റൈറ്റിലും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലേക്കും നമുക്ക് അതിന്റെ ഇത് വെച്ച് കഴിഞ്ഞാല് സുഖമായിട്ട് നമുക്ക് ചെറിയ മക്കളെ ബേബി സീറ്റും ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂ വെന്യൂവിന്റെ വിശേഷങ്ങൾ. ഇത് ഫുൾ ഓപ്ഷൻ വെന്യൂ ആണ് വരുന്നത്, HX10 എന്ന് പറയുന്ന മോഡല്. ഓക്കെ, അപ്പം ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൾ മീ.